സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്. എന്റെ അനുഗ്രഹം രണ്ടാൾക്കും ഉണ്ടാവും. ഇതെന്റെ കൂടി സ്വപ്നം. അത് നേടിയെടുക്കാൻ രണ്ടാൾക്കും കഴിയും. ടെൻഷൻ വേണ്ട, മോളെ സപ്പോർട്ട് ചെയ്യാൻ ആദ്യമുണ്ടല്ലോ. അതെ, എങ്കിൽ നിങ്ങൾ ലേറ്റ് ആവണ്ട, ഞാൻ പിന്നാലെ എത്തിക്കോളാം. ഓൾ ദി ബെസ്റ്റ്. അമ്മേ, എന്നെയും അമ്മ പ്രസവിച്ചു തന്നെയല്ലേ? ഈ അനുഗ്രഹവും സ്നേഹവാത്സല്യവും എനിക്കും അർഹതപ്പെട്ടതല്ലേ? കമ്പനിയുടെ പുതിയ പ്രോജക്റ്റ് ഇന്ന് എഗ്രിമെന്റ് ആവണമെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനും ഓഫീസിലേക്കാ. എനിക്കൊന്നും അറിയില്ലെന്ന് അമ്മ പറയുമെങ്കിലും അമ്മയുടെ ഈ ഡ്രീം പ്രോജക്റ്റ് ഉണ്ടാക്കിയത് എന്റെ ഭാര്യ അഞ്ജലിയാ. അതെങ്കിലും പരിഗണിച്ച് എന്നെ ഒന്ന് അനുഗ്രഹിച്ചൂടെ? അവളുടെ പേര് ഈ പ്രോജക്റ്റിനൊപ്പം മിണ്ടിപ്പോരുത്. അതിനുവേണ്ടി അവൾ എന്തൊക്കെയോ ചെയ്തു എന്നത് ശരിയാ. ഇനി അവളുടെ യാതൊരു സർവീസും ഡ്യൂക്ക് എംപയറിന് ആവശ്യമില്ല. അവളുടെ കൂടെ നിൽക്കുന്ന നിന്റെയും. കൃഷ്ണ, ഗുരുവായൂരപ്പ, കാവ്യക്കുന്ന പുതിയ പ്രോജക്റ്റ് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ കഴിയണേ. കൃഷ്ണ, ഗുരുവായൂരപ്പ, കമ്പനി ഇന്ന് പ്രസന്റ് ചെയ്യുന്ന പ്രോജക്റ്റ് പൂർണ്ണമായും തയ്യാറാക്കിയത് അഞ്ജലിയാണ്. അത് ഇവളുടെ സ്വപ്നമായിരുന്നു. അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ കാവ്യക്ക് കഴിയണേ. പ്രസന്റേഷൻ നന്നായാൽ അതിന്റെ എല്ലാ ക്രെഡിറ്റും കാവ്യ കൊണ്ടുപോകും. അതിന്റെ ഒരു ഇത്തിരി മിസ്സിസ് അഞ്ജലി അഭിജിത്തിന് കിട്ടാൻ ഇടം വരുത്തണേ. കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ചെയ്ത് തന്നെ കൃഷ്ണൻ അറിയാലോ. ഇവിടെ സ്വപ്നം കൊള്ളയാ നടക്കുന്നേ. അഞ്ജലി കണ്ട സ്വപ്നം കാവ്യ കൊണ്ട് അടിച്ചു മാറ്റിക്കുക. അതിനെന്തെങ്കിലും പരിഹാരം കണ്ട് അഞ്ജലിയുടെ സ്വപ്നം അഞ്ജലിയുടേതാവണേ. ഇത് ഭാര്യ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഹസ്ബൻഡിന്റെ റിക്വസ്റ്റ് ആണ്. പ്ലീസ് ഇത് അക്സെപ്റ്റ് ചെയ്ത് അഞ്ജലിയുടെ പ്രോജക്റ്റ് സക്സസ് ആക്കണേ. അതെ, ദേഷ്യപ്പെടരുത്, വഴക്കം പറയരുത്, ക്ഷമയോടെ കേൾക്കണം. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയ ദിവസം എന്ന്. ആദ്യയുടനും കാവ്യയും അമ്മയുടെ അനുഗ്രഹം വാങ്ങി ഓഫീസിലേക്ക് പോക്കഴിഞ്ഞു. അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ അമ്മയുടെ മുമ്പിലേക്ക് ചെന്നെങ്കിലും എന്നെ അനുഗ്രഹിച്ചില്ല. എന്നെ അനുഗ്രഹിക്കാനും ആശ്വസിപ്പിക്കാനും ഈ വീട്ടിൽ ആരുമില്ല. എല്ലാവർക്കും എന്നോട് വെറുപ്പാണല്ലോ. എന്നാ എനിക്കാരോടും ഒരു പരിഭവവും ഇല്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ ആകെ ചെയ്ത തെറ്റ് എനിക്ക് അഞ്ജലിയോടുള്ള സ്നേഹം വെട്ടി തുറന്ന് പറഞ്ഞു എന്നുള്ളതാ. അതിലിപ്പോഴും എനിക്ക് ഒരു കുറ്റബോധവും ഇല്ല. അതെ, പ്രസംഗം നിർത്തി കാര്യം പറയാം. ഇപ്പൊ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്നെ ആരെങ്കിലും ഒന്ന് അനുഗ്രഹിക്കണം. എന്നെ അനുഗ്രഹിക്കാനും ഈ വീട്ടിൽ ആളുണ്ടെന്ന് അമ്മ എനിക്ക് ബോധ്യപ്പെടുത്തണം. എടാ, അതിന് ഞാൻ എന്താ വേണ്ടേ? അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അഞ്ജലി എന്നെ അനുഗ്രഹിക്കണം. അയ്യേ, നിനക്ക് ശരിക്കും വട്ടാണല്ലേ? നിന്നെ അനുഗ്രഹിക്കല്ലേ വേണ്ടത്, കുനിച്ചു നിർത്തി ഇടിക്കുക വേണ്ട. അഞ്ജലി എന്ത് വേണമെങ്കിലും പറഞ്ഞു. എന്റെ മുന്നിൽ അഞ്ജലി അമ്മയാണ്, സുഹൃത്താണ്, കാമുകിയാണ്, ഭാര്യയാണ്. മകളാണെന്നും കൂടി പറ. അങ്ങനെ പറയില്ല. അഥവാ എനിക്ക് ഭ്രാന്തുണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ അത് നിന്നോടുള്ള സ്നേഹത്തിന്റെ ഭ്രാന്ത. പ്ലീസ് അഞ്ജലി, നീ എന്നെ അനുഗ്രഹിക്കണം. ഒന്ന് പോടാ പൊട്ടാ. മനുഷ്യന്റെ സമനില തെറ്റിക്കാൻ ഓരോ അവതാരങ്ങൾ വന്നോളും. അതെ, 16,000 എണ്ണത്തിനൊന്നും ചോദിക്കുന്നില്ല. ഈ ഓണത്തിന് സ്വന്തമാക്കി തരാൻ പറ്റുമോ? അഞ്ജലിയുടെ പിണക്കം തീർക്കാൻ പുതിയൊരു വഴി പറഞ്ഞു താ.
കാവ്യ, ഫയൽസ് ഒക്കെ ഓക്കെ അല്ലേ? ആ അതെ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഡെലിഗേറ്റ്സ് ഇങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. 1 hour അവർ പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ പ്രസന്റേഷൻ കഴിയണം. കാവ്യ, ഇന്ന് നിന്റെ ദിവസം. നിന്റെ പ്രസന്റേഷനിൽ അവരുമായുള്ള ഡീല് നമുക്ക് എഗ്രിമെന്റ് ചെയ്യാൻ കഴിയണം. എന്നുവെച്ച് ടെൻഷനൊന്നും വേണ്ട. അവർ UK-യിൽ നിന്ന് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്താണ് വരുന്നത്. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഡിലേ ഉണ്ടായാൽ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വിജിലന്റ് ആയിരിക്കണം. ഓക്കെ? യെസ് മാഡം. കാവ്യ, പോയി ആ ഫയൽ എടുത്തിട്ടോ. എന്താ നീ എന്താ ഈ തെരയുന്നേ? എന്തായാലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഫയലിംഗ് എടുക്ക. എന്താ കാവ്യ, ആ ഫയൽ എവിടെ? ഫയല് കാണുന്നില്ല. ഏ? ഞാൻ ഇവിടെ വെച്ചിരുന്നതാ, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? അവരിവിടെ എത്തുമ്പോ എന്താ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാ? ഡെലിഗേറ്റ്സ് എത്തി. ഹാർട്ടി വെൽക്കം. താങ്ക് യു. പ്ലീസ് കം. ഇരിക്കൂ. മാഡം, ഇനി ഒട്ടും ലേറ്റ് ആവണ്ട. 1 hour പറഞ്ഞെങ്കിലും അതിനുമുമ്പ് വിട്ടാൽ അത്രയും സന്തോഷം. ഓക്കെ, അവരെ വിളിക്കേ. ശരി മാഡം. കമ്പനിയുടെ ഏറ്റവും വലിയൊരു ഡ്രീം പ്രൊജക്ട് തകരാൻ പോകുന്നത്. വളരെ ദിവസങ്ങളെടുത്ത് അഞ്ജലി ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കിയ ഫയലാ അത്. അതൊന്ന് സൂക്ഷിച്ചു വയ്ക്കാനുള്ള റെസ്പോൺസിബിലിറ്റി എങ്കിലും നീ കാണിക്കണമായിരുന്നു. ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വന്ന ഡെലിഗേറ്റ്സിനെ തിരിച്ചയക്കേണ്ടി വന്നാൽ അതോടെ തീർന്നു ഡ്യൂക്ക് എംപയറിന്റെ ഫ്യൂച്ചർ. സർ, ഡെലിഗേറ്റ്സ് ഒക്കെ റെഡിയാണ്. സർ, മാഡം പറഞ്ഞിട്ടാ വന്നു. എന്തു പറ്റി? എന്ത് പറ്റിയെന്ന് ഇങ്ങോട്ട് ചോദിക്കാം. ഡെലിഗേറ്റ്സിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ ഫയൽ കാണുന്നില്ല. ഓ മൈ ഗോഡ്. ആ ഫയലിന്റെ കാര്യത്തിൽ ഷംനാദിന് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? സർ, ആ ഫയലിന്റെ കസ്റ്റോഡിയൻ കാവ്യ മേഡമായിരുന്നു. കാലത്ത് വന്നുടനെ ഫയൽ കാവ്യ മേഡത്തിന്റെ മുന്നിലിരിക്കുന്നത് ഞാൻ കണ്ടതാ. ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. സർ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കറിയില്ല. കമ്പനിയുടെ ഹിസ്റ്ററിയിൽ ഇതുപോലൊരു അനുഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഫയൽ ഇല്ലെങ്കിലും അഞ്ജലി വന്ന പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യാൻ പറ്റും. മാഡം, ടൈം. ഇപ്പൊ വിളിക്കാം. ഓക്കെ. ഈ കഴുത എന്തിനാ എന്നെ വിളിക്കുന്നു? ഇത് വലിയ ശല്യമാണല്ലോ. അഞ്ജലി എന്റെ ഫോൺ എടുക്കില്ല. അവളെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം. ഒരു മെസ്സേജ് വിട്ടാലോ? കാവ്യ അപകടത്തിലാണ്. അർജന്റ് കോൾ മീ. കാവ്യ അപകടത്തിലാണ്. അർജന്റ് കോൾ മീ. കാവ്യക്ക് എന്താ പറ്റിയത്? കാവ്യ വിളിച്ച അവളെ എടുക്കില്ല. കുരങ്ങനെ തന്നെ വിളിച്ചല്ലോ.
അഞ്ജലി, ഇവിടെ ആകെ പ്രശ്നോ. എന്താ? ഇന്ന് പ്രസന്റ് ചെയ്യാനുള്ള ഫയല് കാണുന്നില്ല. ഫയല് കാണുന്നില്ലേ? ഇല്ല, ഡെലിഗേറ്റ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. കാവ്യയുടെ കയ്യിൽ നിന്നാ ഫയല് കാണാണ്ടായ. എന്റെ ദൈവമേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി അഞ്ജലിക്ക് അവളെ രക്ഷിക്കാൻ പറ്റും. നീ പുറപ്പെട്. ലേറ്റായ അവരങ്ങ് പോവും. ആ ശരി, ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ. ഇപ്പോഴെങ്കിലും അഞ്ജലി എന്നോട് മാന്യമായിട്ട് സംസാരിച്ചല്ലോ. അമ്മ ഇനി ആരെയും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. LKG പഠിക്കുന്നവരെയൊന്നും SSLCക്ക് ക്ലാസ് എടുക്കാൻ ഏൽപ്പിക്കരുത്. ഈ കാര്യത്തില് ഞാൻ അമ്മയെ കുറ്റം പറയൂ. ഡെലിഗേറ്റ്സ് ഇവിടുന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ കമ്പനിക്ക് ഉണ്ടാവുന്ന നാണക്കേടിനെ പറ്റിയും അമ്മ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ഫയൽ സൂക്ഷിക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഛെ, ഞാൻ അവരുടെ മുന്നിൽ ചെന്ന് എന്തു പറയണം? ഇനി ഒരു രക്ഷയുള്ളൂ, അഞ്ജലിയെ പെട്ടെന്ന് വരുത്തുക. അവൾക്ക് ഫയലില്ലെങ്കിലും പ്രസന്റ് ചെയ്യാൻ സാധിക്കും. അതവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്നും പ്രസന്റ് ചെയ്യാതെ തിരിച്ചയക്കുന്നതിലും ഭേദമല്ലേ? അതിന് പറ്റിയാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മാനക്കേടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. വേണ്ട, അവളുടെ ഒരു സഹായവും ഈ കമ്പനിക്ക് വേണ്ട. അമ്മയുടെ ഈഗോ വിജയിക്കണോ അതോ കമ്പനിക്ക് ഉണ്ടാവാൻ പോകുന്ന ബാഡ് ഇംപ്രഷൻ ഒഴിവാക്കണോ? എന്ത് വേണമെന്ന് അമ്മ പറ. എന്ത് വേണോന്ന് അമ്മ പറയ. അഞ്ജലി വിളിക്കാം. ഇനി അതേ ഉള്ളു വഴി. പക്ഷേ അഞ്ജലി വീട്ടിൽ നിന്ന് വരുന്നതുവരെ അവര് വെയിറ്റ് ചെയ്യുമെന്നറിയില്ല. വെയിറ്റ് ചെയ്യണ്ട, അഞ്ജലിത എത്തിക്കഴിഞ്ഞു. ഹായ് സർ, ഗുഡ് മോർണിംഗ്. ഞാനാണ് അഞ്ജലി. ഈ ഒരു പ്രൊജക്ടിന്റെ റെപ്രസെന്റേഷൻ എനിക്കായിരുന്നു ഫസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ഈ ഡ്യൂക്ക് എംപയർ എന്ന ഈ സ്ഥാപനത്തിന്റെ ബേസിസ് അറിയാലോ. നമ്മളൊരു കൺസ്യൂമർ ഗുഡ്സ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ കസ്റ്റമേഴ്സിന്റെ നീഡ് കൺസിഡർ ചെയ്തിട്ട് തന്നെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ദിസ് ഇസ് ആ ന്യൂ പ്രൊജക്ട്. Amazing presentation. Congratulations. താങ്ക്സ്. സുഹാസിനി മാഡം, ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇന്റർനാഷണൽ മാർക്കറ്റ് പൾസ് സ്റ്റഡി ആയിട്ടുള്ള പ്രോജക്റ്റ് ആണിത്. താങ്ക് യു. Brilliant project. ഇനി മറ്റൊന്നും ചിന്തിക്കാനില്ല. നമുക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഇത് കാവ്യ, കമ്പനിയുടെ ചെയർപേഴ്സൺ. ഹലോ. ഇനി അങ്ങോട്ട്
ഈ പ്രൊജക്ട് ഹാൻഡിൽ ചെയ്യുന്നത് കാവ്യ ആദർശാണ്. ഓക്കെ, നൈസ്. കാവ്യ, എന്തിനാ എല്ലാരും കൂടി എനിക്ക് പറ്റാത്ത സ്ഥാനത്തിരുത്തിയത്? അതിന് അർഹതപ്പെട്ടത് അഞ്ജലിയാണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. കഴിവുള്ളവരെ അവരർഹിക്കുന്ന സ്ഥാനത്തിരുത്തണം, അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ്യരാക്കാൻ ആരെയും പിടിച്ചിരുത്തരുത്. എനിക്കിനി ഇത്രയും വലിയ ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കാനാവില്ല. ആരും എന്നെ അതിനെ നിർബന്ധിക്കാൻ വേണ്ട. കാവ്യ, കാവ്യ ഒന്ന് നിക്ക്. കാവ്യ, കാവ്യ മതിയടി. ഇനി നീ ഇങ്ങനെ മുഖം വെറുപ്പിച്ച് നിക്കണ്ട. ഇങ്ങനെ കാണാൻ ഒരു സുഖമില്ല. ഒന്ന് ചിരിക്കടി കാവ്യ. എടാ ഒന്ന് ചിരിക്കാൻ. ചിരിക്കും, ചിരിക്കും, ചിരിക്കും. ഇപ്പൊ നല്ല രസമുണ്ട്. ഓക്കെ, അഞ്ജലി ഫോൺ എടുക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അപകടത്തിലാണെന്ന് പറയണം. കാവ്യ അപകടത്തിലാണെന്ന് പറഞ്ഞപ്പോ അവൾ ഫോൺ എടുത്തില്ലേ? ഞാൻ അപകടത്തിലാണെന്ന് മെസ്സേജ് വിട്ടാലോ? എത്രയൊക്കെ വിരോധം ഉണ്ടെങ്കിലും ഞാൻ അപകടത്തിൽപ്പെട്ടു എന്നറിഞ്ഞ അവൾ എന്നെ വിളിക്കും. ആഭി അപകടത്തിലാണ്, അർജന്റ് കോൾ മീ. യെസ്. അഭി അപകടത്തിലാണ്, അർജന്റ് കോൾ മീ. ആ, അവള് മെസ്സേജ് കണ്ടു. പ്രിയപ്പെട്ട അഭി. അവൾ എനിക്കെന്തോ റിപ്ലൈ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. നീ എന്തോ അപകടത്തിൽ പെട്ടുവെന്ന് ഞാൻ അറിഞ്ഞു. സത്യത്തിൽ ആ മെസ്സേജ് വായിച്ചപ്പോൾ ഞാൻ ശരിക്കും ത്രില്ലടിച്ചു പോയി. അടുത്ത കാലത്തൊന്നും എന്നെ ഇത്രയും സന്തോഷിപ്പിച്ച ഒരു മെസ്സേജ് ഞാൻ വായിച്ചിട്ടില്ല. പ്രിയപ്പെട്ട അഭി, നീ എന്തോ അപകടത്തിൽ പെട്ടുവെന്ന് ഞാൻ അറിഞ്ഞു. സത്യത്തിൽ ആ മെസ്സേജ് വായിച്ചപ്പോൾ ഞാൻ ശരിക്കും ത്രില്ലടിച്ചു പോയി. അടുത്ത കാലത്തൊന്നും എന്നെ ഇത്രയും സന്തോഷിപ്പിച്ച ഒരു മെസ്സേജ് ഞാൻ വായിച്ചിട്ടില്ല. നിനക്ക് എന്ത് അപകടം പറ്റിയതെന്ന് എനിക്കറിയില്ല. അതെന്തായാലും സീരിയസ് ആവണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതുപോലുള്ള സന്തോഷ വാർത്തകൾ കേൾക്കാൻ എനിക്ക് നീ ഇനി അവസരം തരണം. എടാ പൊട്ട, നീ എന്താണ് വിചാരിച്ചേ? കാവ്യ അപകടത്തിൽ പെട്ടു എന്നറിഞ്ഞപ്പോ ഓഫീസിൽ ഞാൻ ഓടിയെത്തിയതുപോലെ നീ അപകടത്തിൽ പെട്ടു എന്ന് എനിക്കൊരു മെസ്സേജ് ഇട്ടാ ഞാൻ ഓടിയെത്തുന്ന് നീ വിചാരിച്ചോടാ തെണ്ടി. എന്തൊരു സമാധാനം. ഇവന് കേട്ടതൊന്നും മതിയായില്ലേ? വീണ്ടും വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുന്നു. അഞ്ജലി, നീ കഴുതേ തെണ്ടി പട്ടി എന്നൊക്കെ വിളിക്കുന്നത് അഗ്നിസാക്ഷിയൊക്കെ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവിനെയാണെന്ന് ഓർക്കണം. അയ്യടാ ഭർത്താവ്. ഏട്ടാ, ചക്കരെ, മുത്തേ എന്നൊക്കെയുള്ള വിളി കേൾക്കാൻ വേണ്ടിയാ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും പരിഭവിച്ചു പോകുന്നവനല്ല ഞാൻ.
എന്നെ എന്തും വിളിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. അതുകൊണ്ട് കേട്ട് മടുത്ത തെറിവിളി ഒന്ന് മാറ്റി പിടിക്ക്. പുതിയ തെറിവിളി കേൾക്കാൻ ഞാൻ കാതോർത്ത് നിൽക്കുക. ചില പാളിച്ചകള് എനിക്കും പറ്റിയിട്ടുണ്ട്. അതിനെന്ത് പ്രായശ്ചിത്തം ചെയ്യാനും ഞാൻ റെഡിയാണ്. കാരണം എനിക്ക് നിന്നെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്താനാവില്ല. എന്നെ ഒരു നാൾ നീ തിരിച്ചറിയുന്ന പ്രതീക്ഷയോടെ നിന്റെ സ്വന്തം കഴുത. ഇവനെ ഞാൻ എന്താ ചെയ്യാ ദൈവമേ? ഇങ്ങനെയുണ്ടോ പെണ്ണിന്റെ മനസ്സറിയാത്തൊരു മന്ദബുദ്ധി? ഹലോ, എന്തുപറ്റി? ഓരോരുത്തരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റിയത് ഇന്ന്. ഫയല് കാണാനില്ലെന്ന് പറഞ്ഞതോടെ എന്തൊക്കെയായിരുന്നു എന്നെ പറ്റി അമ്മയോട് പറഞ്ഞു കൊടുത്തത്? ഞാൻ ഒന്നിനും കൊള്ളാത്ത യൂസ്ലെസ്സാ. യൂസ്ലെസ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞോ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. LKG കാരിയെ വെച്ച് MSc കാർക്ക് ക്ലാസ് എടുക്കരുതെന്ന് പറഞ്ഞില്ലേ? മേ ബി അതും പറഞ്ഞിട്ടുണ്ടാവും. അല്ല, നീ അതെല്ലാം കേട്ടിരുന്നു അല്ലേ? കേട്ടു. ഹൗ, നീ അതൊന്നും കേട്ട് കാണില്ലല്ലോ എന്ന സങ്കടത്തിലായിരുന്നു ഞാൻ. ഇപ്പൊ സമാധാനം ആയോ? പറയാനുണ്ടോ? ഞാനേ കൃതാർത്ഥനായി. എന്ത്?